ഇപ്പൊ തന്നെ ഫ്രീലാൻസിംഗ് ഒക്കെ ചെയ്ത് ഏൺ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ സർക്കാരിലൊക്കെ ആയോ? ഏറെക്കുറെ. ഫാറൂഖ് ഹാഷ് സ്റ്റൈൽ വന്നിട്ട് ഇപ്പോ ഏകദേശം 2 മാസത്തോളം വരെ അല്ലേ? ഇപ്പൊ സോഷ്യൽ മീഡിയ മൊഡ്യൂൾസ് ഒക്കെ കഴിഞ്ഞ് സെർച്ച് എഞ്ചിൻ മൊഡ്യൂൾസിലേക്ക് കടന്നു. ഇപ്പൊ തന്നെ ഫ്രീലാൻസിംഗ് ഒക്കെ ചെയ്ത് ഏൺ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ സർക്കാരിലൊക്കെ ആയോ? ഏറെക്കുറെ. കോഴ്സും കൂടിയും കംപ്ലീറ്റ് ആയിട്ടില്ല, അപ്പോഴേക്ക് ഫ്രീലാൻസിംഗിൽ ഏൺ ചെയ്ത് തുടങ്ങി. എങ്ങനെ അതിനുള്ള ഒരു ധൈര്യം വന്നത്? ഞാൻ വന്നിട്ട് 2-3 ആഴ്ച അതിനെ ഇവിടുത്തെ ക്ലയന്റിന്റെ വർക്കൊക്കെ തന്നു തുടങ്ങി. അപ്പൊ അത് ചെയ്ത് ഇവിടുത്തെ ഏജൻസി വർക്കുകൾ ചെയ്തു. ചെയ്ത് തുടങ്ങി. അപ്പൊ അങ്ങനെ ചെയ്ത് കുറെ ക്ലയന്റ് ഒക്കെ വർക്ക് ചെയ്ത് നമുക്കൊരു ആ ഒരു കോൺഫിഡൻസ് കിട്ടി. അപ്പൊ ഇവിടുത്തെ വർക്കുകളിൽ എന്തിലൊക്കെ എൻഗേജ് ആവാറില്ല? ഇവിടെ മെയിൻ ആയിട്ടും ക്ലയന്റിന്റെ ആഡ്സ് ചെയ്യുക, അവരുടെ പേജ് മാനേജ് ചെയ്യുക, അവരുടെ കണ്ടന്റ് കലണ്ടർ ഒക്കെ ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്ത്. പിന്നെ ഇവിടെ ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ഇപ്പൊ ഒരു ക്ലയന്റിന്റെ മീറ്റിംഗ്സിലാണെങ്കിലും അവർക്ക് വേണ്ട പ്രൊപ്പോസൽ ഒക്കെ ഉണ്ടാകാനാണെങ്കിലും നമ്മൾ അതിലൊക്കെ എൻഗേജ് ചെയ്യുക. ഫറൂഖ് +2 കഴിഞ്ഞിട്ടാണല്ലോ അല്ലേ ഇങ്ങോട്ട് ജോയിൻ ചെയ്തത്? അപ്പൊ ഇനി എങ്ങനെ ഫ്യൂച്ചർ അക്കാദമിക് പ്ലാൻസ് ഒക്കെ എങ്ങനെയാണ്? ഞാൻ +2 കഴിഞ്ഞിട്ട് ഡിഗ്രിക്കിടയിൽ ഒരു കോഴ്സ് ചെയ്യാന്നുള്ള ഒരു പ്ലാനിൽ വന്നതാണ്. അപ്പോൾ ഇതിന്റെ സ്കോപ്പ് ഒക്കെ നോക്കിയപ്പോൾ ഇതന്നെ ഒരു കരിയർ ആക്കാന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അന്വേഷിച്ചിട്ടായിരിക്കും നിങ്ങൾ എന്തായാലും ഹാഷ് സ്റ്റൈലിനെ ചൂസ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ ഇവിടെ വന്നിട്ടും ഉള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് എന്താണ് ഹാഷ് സ്റ്റൈലിന്റെ ഒരു നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സിന്റെ ഒരു ഫ്രെയിം വർക്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് തോന്നിയത്? ഇവിടെ മെയിൻ ആയിട്ടും ബാച്ച് വൈസ് അല്ല ക്ലാസ് നടക്കുന്നത്. നമുക്ക് ഇൻഡിവിജ്വൽ ട്രെയിനിങ് ആണ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് നമുക്ക് ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്തിട്ട് പോകാൻ കഴിയും. ഇപ്പൊ നമ്മൾ സംസാരിച്ചത് ഹാഷ് സ്റ്റൈലിൽ ഒരു സ്റ്റുഡന്റുമായിട്ടാണ്. അവന്റെ ഹാഷ് സ്റ്റൈൽ സ്റ്റോറീസ് നമ്മളോട് ഷെയർ ചെയ്തു. അതുപോലെ അവൻ ഫ്രീലാൻസിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഏൺ ചെയ്തതിനെ പറ്റിയൊക്കെ നമ്മളോട് സംസാരിച്ചു. സത്യത്തിൽ ഇത് അവന്റെ കേസിൽ മാത്രമല്ല, ഹാഷ് സ്റ്റൈലിൽ വന്നിട്ടുള്ള എല്ലാ ട്രെയിനീസും അവരുടെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് അവരൊരു ജോബ് സീക്ക് ചെയ്യുക എന്നുള്ളതിന്റെ അപ്പുറം ഒരു ഫ്രീലാൻസിങ് പ്രൊജക്ട് എടുക്കുമ്പോൾ ഒരു ക്ലൈന്റിനെ പിച്ച് ചെയ്യുന്നതും ആ ക്ലൈന്റിനെ ക്ലോസ് ചെയ്യുന്നതും ആ ക്ലൈന്റിന്റെ വർക്കുകൾ ഓൺബോർഡ് ചെയ്യുന്നതൊക്കെ അവർ സെൽഫായിട്ടാണ്. അപ്പൊ അത്തരത്തിലൊരു സെൽഫ് എംപ്ലോയിഡ് ആയിട്ട് ഈ മാർക്കറ്റിൽ എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റുഡൻസിനെ പ്രിപ്പയർ ആക്കുക എന്നുള്ളതുകൊണ്ട് തന്നെ അവരൊരു മിനിമം ഒരു 3 ക്ലയൻസ് എങ്കിലും ഓൺബോർഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് അവരിവിടുന്ന് ഹാഷ് സ്റ്റൈലിന് പോവാറുള്ളത്. അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് അഡ്വാൻറ്റേജസ് ഹാഷ് സ്റ്റൈൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു നോർമൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രോഗ്രാം എന്നുള്ളതിന്റെ അപ്പുറം ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയിൽ വന്ന് ഓരോ ആളുകൾക്കും അവർക്ക് ഇൻഡിവിജ്വലി ട്രെയിനിങ് കൊടുത്ത് അവരുടെ കാലിബറിനനുസരിച്ച് അവർക്ക് പഠിച്ചെടുക്കാനും അവർക്കുള്ള ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് നമ്മുടെ ക്ലയൻസിന്റെ വർക്കുകളിലൊക്കെ എൻഗേജ് ചെയ്ത് അവരൊരു ജോബ് സീക്ക് ചെയ്യുന്ന സമയത്ത് അവർ വർക്ക് ചെയ്തിട്ടുള്ള ക്ലയൻസിന്റെ പോർട്ട്ഫോളിയോ കാണിച്ചുകൊണ്ട് തന്നെ അവർക്ക് ജോബ് സീക്ക് ചെയ്യാനും അവർക്ക് ഒരു ഇൻഡസ്ട്രിയിൽ നല്ലൊരു പൊസിഷൻ കണ്ടെത്താനും സാധിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചെടുക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. കോഴ്സ് വളരെ മിനിമൽ ആയിരിക്കും. അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും.